ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സൊറോസസിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകളുടെ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വരുന്നൊരു വാർത്ത നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായ വാർത്തയല്ല. കാരണം ബംഗ്ലാദേശിന് സമാനമായി ഇന്ത്യയിൽ ഈ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക, ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ളൊരു വലിയ അജണ്ടയുമായി അമേരിക്കൻ അനുബന്ധ ഏജൻസികൾ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആഗസ്റ്റ് 14 സ്പുട്നിക് എന്ന് പറയുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജെന്നിഫർ ലാർസൺ എന്ന് പറയുന്ന ഒരു വനിത, അവർ ഈ നമ്മളുടെ പ്രതിപക്ഷ നേതാക്കൾ അസുദ്ദീൻ ഒവൈസി, ചന്ദ്രബാബു നായിഡു, ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരെ നിരന്തരം കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. TDP ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാരിനെ വലിച്ച് താഴെയിടുക, അത്തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നുമുണ്ട്. അതിനുശേഷം രാജ്യത്തെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക. ബംഗ്ലാദേശിന് സമാനമായ സ്ഥിതിയാണ് ഇന്ത്യയിലെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം, അതായത് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് രാജ്യം വിട്ടതിന് ശേഷം പറയുന്നത് നാം കേട്ടതാണ്. പബ്ലിക് റാലിയിലാണ് ഈ സൽമാൻ റുഷ്ദി ഉൾപ്പെടെയുള്ളവർ പബ്ലിക്കായിട്ട് പറഞ്ഞത്, ഈ അടിത്തട്ടിൽ വലിയ വിപ്ലവത്തിന് അരങ്ങൊരുങ്ങുന്നു, മുകൾ തട്ടിൽ ശാന്തമം തോന്നുമെങ്കിലും മോദി ഈ രാജ്യം വിട്ട് ഓടേണ്ടി വരും, ഇല്ലെങ്കിൽ ഈ സർക്കാരിനെ ആ ബംഗ്ലാദേശിന് സമാനമായി വലിച്ചു താഴെയിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലടക്കം പ്രവർത്തിക്കുന്നത് ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. അതൊരു വലിയ ഗ്രൂപ്പാണ്. CIA, അതായത് അമേരിക്കൻ ചാരസംഘടന, ലോകത്തെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ഇത്തരം ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണ് ഇതിനുള്ള നീക്കം നടത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഭരണം താഴെ പോകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും നിറയുന്നുണ്ട്. അതായത് പിന്തുണ പിൻവലിക്കും ഘടകകക്ഷികൾ എന്നുള്ള വാർത്ത. അതിനോട് ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു വലിയ റിപ്പോർട്ട് തന്നെയാണ് സ്പുട്നിക് ആഗസ്റ്റ് 14 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ സവിസ്തരം പറയുന്ന ജെന്നിഫർ ലാർസൺ എന്ന് പറയുന്ന ഒരു ലീഡറെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനായി അവർ ഉപയോഗിക്കുന്ന ടൂളുകളിൽ പ്രധാനപ്പെട്ടത് ദക്ഷിണേന്ത്യയാണ്, ആന്ധ്രാപ്രദേശാണ്, അതുപോലെ തന്നെ തെലങ്കാനയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തരത്തിലായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തനം, സോറോസിൻ്റെ ഉൾപ്പെടെ. അത്തരത്തിൽ തന്നെയാണ് അമേരിക്കയുടെ വലിയ സപ്പോർട്ടോടുകൂടി ഈ നീക്കമെന്നാണ് ഈ സ്പുട്നിക് വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.